വേൾഡ് കപ്പിന്റെ ആവേശത്തിനൊപ്പം കേരളത്തിന്റെ ഹരിതാഭ കൂടി കൂട്ടുവാനായി ഇറങ്ങിത്തിരിച്ചൊരു വികാരിയച്ഛൻ. കാണാം ഇരിങ്ങാലക്കുടയുടെ സ്വന്തം പ്ലാവച്ചന്റെ വിശേഷങ്ങൾ. ലോകഭൂപടത്തിൽ ഇന്ത്യയുടെ മറുകരയായ അമേരിക്കയിൽ ഇത്തവണ വേൾഡ് കപ്പ് ആവേശത്തിരിയിൽ ഓരോ ഗോളുകൾ പിറക്കുമ്പോഴും ഇങ്ങ് കേരളത്തിൽ ഇരിങ്ങാലക്കുടയിൽ ഓരോ വലവൃക്ഷത്തൈകൾ നടാനൊരുങ്ങുകയാണ് ഇരിങ്ങാലക്കുടയുടെ സ്വന്തം പ്ലാവച്ചൻ എന്നറിയപ്പെടുന്ന ഫാദർ ജോയി പീനിക്കപ്പറമ്പിൽ. ഡെനൻ റെഡ് ജാക്ക് ഫ്രൂട്ട് എന്ന ഇനം ചുവന്ന ചിളയുള്ള ചക്കയുണ്ടാകുന്ന പ്ലാവിൻ്റെ തൈകൾ 1000 എണ്ണവും കൊളമ്പ് മാവിൻ്റെ തൈകൾ 1000 എണ്ണവും ഫാദർ ജോയി ക്രൈസ്റ്റ് ആശ്രയമ ദേവാലയ പരിസരത്തിനായി ലോകകപ്പ് കളിക്കുന്ന വിവിധ രാജ്യങ്ങളുടെ പതാകകൾ സഹിതം ഒരുക്കിക്കഴിഞ്ഞു. 2010 ഫുട്ബോൾ ലോകകപ്പ് മുതൽ ആരംഭിച്ചതാണ് ഫാദർ ജോയി പീനിക്കപ്പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗോൾ ഒരു മരം പദ്ധതി. ഫുട്ബോൾ ലോകകപ്പ് നടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഫ്ലെക്സ് അടിക്കാനായി ചെലവിടുമ്പോൾ കായിക അധ്യാപകൻ കൂടിയായ ഫാദർ ജോയ് മാറി ചിന്തിക്കുകയായിരുന്നു. ഗോളടിക്കുന്ന കളിക്കാരുടെ പേരിൽ ഓരോ മരങ്ങൾ നടുക എന്ന പദ്ധതിക്കാണ് അദ്ദേഹം രൂപം നൽകിയത്. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ആ ലോകകപ്പിൽ 146 ഗോളുകൾ പിറന്നപ്പോൾ ഒരു ഗോളിന് 10 മരം എന്ന നിലയിൽ 1500ഓളം മരങ്ങളാണ് ഇരിങ്ങാലക്കുടയിലെ NSS NCC സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ അദ്ദേഹം വെച്ചത്. 2014 അന്യം നിന്നു പോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ബ്രസീലിൽ നടന്ന ലോകകപ്പിൽ 480ഓളം മാവിൻ തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. 2018 റഷ്യൻ ലോകകപ്പിൽ ഭാഗമായി പിറന്ന 169 ഗോളുകളുടെ ഓർമ്മയ്ക്കായി 1600ഓളം മാവുകളും 2022 ഖത്തർ ലോകകപ്പിന്റെ ഭാഗമായി 172 ഗോളുകളും പിറന്നപ്പോൾ 250ഓളം വിയറ്റ്നാം പ്ലാവിൻ തൈകളുമാണ് വിതരണം ചെയ്തത്. മാവച്ചൻ, പ്ലാവച്ചൻ തുടങ്ങിയ പേരുകൾ അറിയപ്പെടുന്ന ജോയി പീനിക്കപ്പറമ്പിൽ ഇതിനകം തന്നെ 28,000ഓളം മരങ്ങൾക്ക് അച്ഛനായിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.